ഇന്ന് 1-2 സ്ഥലം വരെയൊക്കെ പോകാനുണ്ടായിരുന്നു. ആദ്യം പോയത് നമ്മുടെ ആശുമോൾ ഹോസ്പിറ്റലിൽ കാണിക്കാനാണ്. ആൾക്ക് നല്ല വയ്യായ്കയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ പള്ളിമുറ്റത്ത് നിൽക്കുമായിരുന്നേ. പള്ളി ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടത് പള്ളിയിലൊക്കെ നിറച്ച് സ്റ്റാറൊക്കെ ഇട്ടിട്ട് നമ്മുടെ ക്രിസ്മസിൻ്റെ വൈബായിരുന്നു കേട്ടോ ഫുള്ളായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ആശുമോൾക്ക് ട്രിപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ട്രിപ്പൊക്കെ ഇട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ അപ്പൂനെ എടുക്കാൻ ഹോസ്റ്റലിലാണ്. അപ്പു ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ആശുമോളുടെ മോനാണ്. അവൻ നിന്ന് പഠിക്കുന്നത് നമ്മുടെ കഴക്കൂട്ടം ആ ഭാഗത്ത് അവിടെ ഒരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അവനെന്തോ വയ്യായ്കയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അന്നത്തെ ദിവസം മൊത്തത്തിൽ. അങ്ങനെ അവനെ എടുക്കാൻ പോയി. അപ്പോൾ നമ്മളവിടെ നിൽക്കുന്നത് അവൻ ഗ്രില്ലിൻ്റെ ആ ഹോളിൽ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൻ അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരുമായിരുന്നു ഞങ്ങളെ കണ്ടിട്ട്. ആൾക്ക് പല്ലുവേദന ആയിട്ട് ആ പല്ലിൻ്റെ ആ ഭാഗത്ത് കവിളിൻ്റെ ഭാഗത്തൊക്കെ നല്ല നീരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പുവിനെ എടുത്തിട്ട് കണ്ടില്ലേ ആ ഭാഗത്തൊക്കെ നീര്, അവനെ എടുത്തിട്ട് അവനെ നേരെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. നാളെ പാവം ഉറങ്ങിപ്പോയി എൻ്റെ തോളിൽ കിടന്നിട്ട്. വീട്ടിൽ പോയപ്പോഴാണ് ഒരാൾക്ക് നല്ല ബാക്ക് പെയിനും ഷോൾഡർ പെയിനൊക്കെ ആയിട്ട് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും വയ്യാത്ത രീതിയിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ ചേട്ടനെ ബുക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അവിടെ പോയപ്പോൾ അവിടെയും ട്രിപ്പും ഇഞ്ചക്ഷനും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് പ്രസവവേദന, മോൾക്ക് വീണവയന, ഇങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ല് പോലെ. അവിടെ പാപ്പുവിന് ഭയങ്കര ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. എന്നിട്ട് അവൾ അപ്പൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ അവിടെ ചേട്ടനെ ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടുന്ന് കുറച്ച് ടാബ്ലറ്റും ഒക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം മൊത്തത്തിൽ കണ്ടകശനിയായിരുന്നു. അപ്പോൾ അത്ര ഉണ്ടായിരുന്നാലും വീഡിയോ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു.